അവിടുന്ന് റാബിയ ബീവി പറയുകയാണ്, ഞാൻ അവിടുന്ന് ഇബാദത്ത് ചെയ്യുന്നത്, ഞാൻ അവിടുന്ന് നമസ്കരിക്കുന്നത്, ഞാൻ അവിടുന്ന് ദിക്ർ ചൊല്ലുന്നത്, തസ്ബീഹ് ചൊല്ലുന്നത്, എല്ലാം ചെയ്യുന്നത് അത് നിന്നെ സ്നേഹിച്ചിട്ടാണല്ലാ, സ്വർഗം മോഹിച്ചിട്ടല്ല, നരകം പേടിച്ചിട്ടല്ല, റബ്ബേ നിന്റെ സ്നേഹം മോഹിച്ചിട്ടാണല്ലാ, നിന്റെ പൊരുത്തം മോഹിച്ചിട്ടാണല്ലാ. ഒരാർക്കും പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അനന്തവിശാലമായ നിന്റെ കാരുണ്യമുണ്ടല്ലോ, ആ കാരുണ്യത്തെ അവിടുന്ന് മോഹിച്ചിട്ടാണല്ലാ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരിമാരോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാ, സ്വർഗവും നരകവും അവിടുന്ന് തള്ളിക്കളയാനല്ല പറയുന്നത്. സ്വർഗം അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്, നരകം അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്. എന്റെ പ്രിയമുള്ളവരെ, ആ സ്വർഗത്തിൽ ഒരുപാട് സുഖങ്ങളുണ്ട്, ആ സ്വർഗത്തിൽ ഒരുപാട് അനുഭൂതികളുണ്ട്. പക്ഷേ ആ സുഖലോലപരമായ സ്വർഗത്തിലൊരു മനുഷ്യൻ അവിടുന്ന് പ്രവേശിച്ചു കഴിഞ്ഞിട്ട് അവനതാ സ്വർഗത്തിന്റെ പഴങ്ങൾ അവിടുന്ന് കഴിക്കുകയാണ്, അവന് സ്വർഗത്തിന്റെ പുഴയിൽ അവിടുന്ന് കുളിക്കുകയാണ്, അവന് സ്വർഗത്തിൻ്റെതായ സ്വർണ്ണ നൂലുകൾ കൊണ്ട് മേഞ്ഞുണ്ടാക്കിയതായ ചാര് കട്ടിൽ അവിടെ നിന്ന് സുഖിച്ചിരിക്കുകയാണ്. ആ സമയത്തുണ്ടല്ലോ അല്ലാഹു പടച്ച തമ്പുരാൻ ആ മനുഷ്യനും അല്ലാഹുമായുള്ള ഹിജാബിനെ മറയെ അവിടെ നിന്ന് മാറ്റുകയാണ്. സ്വർഗത്തിലേക്ക് കടന്നപ്പോ എന്റെ പ്രിയമുള്ളവരെ, അവന് പടച്ചവനെ കാണാൻ കഴിഞ്ഞില്ല. പക്ഷേ ആ സ്വർഗത്തിൽ അവൻ നിന്നപ്പോ ഒരു സെക്കൻഡ് അല്ലാഹു ആ മറയെ അവിടെ നിന്ന് മാറ്റുകയാണ്, ആ ഹിജാബിനെ അവന് മാറ്റുകയാണ്. വല്ലാത്ത ആനന്ദമാ മനുഷ്യൻ അവിടെ നിന്ന് അനുഭവപ്പെടുകയാണ്, വല്ലാത്ത ഉന്മാദ അവസ്ഥയാ മനുഷ്യൻ അവിടെ നിന്ന് ലഭിക്കുകയാണ്. അവസാനം അല്ലാഹു വീണ്ടും ആ മറയങ്ങ് ഇടുമ്പോ ആ മനുഷ്യൻ അവിടെ നിന്ന് പറയുകയാണ്, എന്തോ ഒരു ആനന്ദമാണ് അല്ലാ, ഇതുവരെ ഞാൻ ഈ സ്വർഗത്തിൽ അനുഭവിച്ച അനുഭവങ്ങള്, ഇതുവരെ ഞാൻ കുടിച്ചു പോയ സ്വർഗത്തിന്റെ പാനീയങ്ങള്, ഇതുവരെ ഞാൻ അനുഭവിച്ചു പോയ സ്വർഗത്തിന്റെ സുഖാസ്വാദനങ്ങള്, പടച്ചവനെ ഒന്നുമല്ല റബ്ബേ, ഒന്നുമല്ല റബ്ബേ, അതൊന്നും നിന്നെ കണ്ടതിന്റെ പേരിൽ ഒന്നുമല്ല തമ്പുരാനെ. നിന്നെ അനുഭവിച്ചതിനെ വെച്ച് നോക്കുമ്പോ ആ സുഖങ്ങളൊന്നും ഒരു സുഖമല്ല റബ്ബേ. ഏറ്റവും വലിയ ആനന്ദമുണ്ടല്ലോ, ഏറ്റവും വലിയ രസമുണ്ടല്ലോ, ഏറ്റവും വലിയ സുഖമുണ്ടല്ലോ, അത് നിന്നെ അറിയലാണ് റബ്ബേ, അത് നിന്നെ കാണലാണ് റബ്ബേ. എന്റെ പ്രിയമുള്ളവരെ, അത് ദുനിയാവിൽ വെച്ചുകൊണ്ട് അറിഞ്ഞവരാണ് അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ, ആ സുഖത്തിനെ ദുനിയാവിൽ വെച്ചുകൊണ്ട് അനുഭവിച്ചവരാണ് അല്ലാഹുവിന്റെ ആരിഫീങ്ങള്. അവരുടെ ഹൃദയത്തിന്റെ കണ്ണുകൾ തുറന്നുകൊണ്ട് അവരല്ലാഹുവിനെ അനുഭവിച്ചവരാ, അവരല്ലാഹുവിനെ മനസ്സിലാക്കിയവരാ, അവരല്ലാഹുവിലേക്ക് ലയിക്കാൻ ആഗ്രഹിച്ചവരാ. അവരല്ലാഹുവിലേക്ക് സഞ്ചരിക്കുമ്പോ ലോകത്ത് ഇല്ലാത്ത സുഖം അവരനുഭവിക്കുന്നവരാണ്, ആ ലോകത്തില്ലാത്ത സുഖാസ്വാദനങ്ങൾ അവരനുഭവിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ദുആ ചെയ്യേണ്ടതല്ല, പടച്ചവനെ എനിക്ക് വേണ്ടത് സ്വർഗമാണെങ്കിലും നരകമാണെങ്കിലും റബ്ബേ നിന്റെ പൊരുത്തം തരണേ അല്ലാ, നിന്റെ പൊരുത്തവും സ്നേഹവും തരണേ അല്ലാ, തരണേ അല്ലാ. അല്ലാഹുവേ പടച്ച റബ്ബേ, നിങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ, നിന്റെ പൊരുത്തം നൽകണേ അല്ലാ. ഇൻഷാ അല്ലാഹ് 3 സ്വലാത്തിൽ നമുക്ക് ദുആ അർക്കണം. സല്ലല്ലാഹു അലൈഹി